ഈ ഒരു ആഴ്ചവട്ടത്തിൽ പങ്കെടുത്തതും അതേപോലെ തന്നെ ജീവനീയം ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു ക്ലാസ്സും അതോടൊപ്പം നമ്മുടെ പ്രായം കൂടുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് ഇതെല്ലാം നമുക്ക് ക്ഷയിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപോറോസിസ് ഓർത്തോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബയോട്ടിക് ലാബ് നമുക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി ചെയ്യാനുള്ള അതിൻ്റെ ലെവലുകൾ മനസ്സിലാക്കി നമുക്ക് വല്ല ക്ലിനിക്കൽ പ്രസന്റേഷൻസ് ഉണ്ടോ എന്ന് തീരുമാനിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും ഫർദർ കാര്യങ്ങളും ജീവനീയത്തിൽ സന്നദ്ധമാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്ത് ഈ ഒരു പരിപാടി ഏറ്റവും വിജയകരമാക്കാൻ സഹായിച്ച ബയോടെക്കിനോട് ആദ്യമായി ജീവനത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. താങ്ക്സ് ടു ബയോടെക് ലാബ് ആൻഡ് ദ ടീം. അതോടൊപ്പം തന്നെ ഇവിടെ എടപ്പള്ളി എൽഡർലി സിറ്റിസൺസ് ഫോറം നടത്തുന്ന ആഴ്ചവട്ടം പരിപാടി, ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന എൽഡർ സിറ്റിസൺസ് ഫോറത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതേപോലെ തന്നെ ആദരണീയരായ എല്ലാ മഹത് വ്യക്തികളെയും ജീവനത്തിൻ്റെ പേരിൽ നമസ്കരിക്കുന്നു. അതോടെ കൂടുതൽ ദീർഘിക്കുന്നില്ല, വളരെ ചെറിയ സമയമാണുള്ളത്. ഒരു ഭാഗത്ത് നമ്മുടെ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ നിർണ്ണയിക്കുമ്പോൾ ഒപ്പത്തിന് തന്നെ സമയം കുറവായതുകൊണ്ടും മഴ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കർക്കിടക ചികിത്സയെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് കർക്കിടകത്തിൻ്റെ പ്രാധാന്യം, എങ്ങനെ നമുക്കൊരു കർക്കിടക ഈ ഒരു മാസം മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താം എന്ന് വളരെ ലളിതമായി അറിയാം. And once more I express my thanks for giving an opportunity to present about the humble wisdom of Ayurveda, restoring mind and body through the principles of Ayurveda in this Mysore. Okay? അപ്പം നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ. ഇതിൽ എത്ര പേരാണ് നമ്മളിപ്പം നമുക്കറിയാം ഒന്നും ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായി പറയാൻ പറ്റില്ല അല്ലേ. ഓരോരുത്തർക്കും അവരവരുടെ ശരികൾ അവരവരുടെ തെറ്റുകൾ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ കർക്കിടക മാസത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അയ്യോ പന്നമാസം അല്ലേ. ഇതില് എത്ര പേര് കർക്കിടക മാസം പന്നമാസം ആണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ആന്ന് പറഞ്ഞാൽ മതി. കർക്കിടക മാസം പന്നമാസമാണോ? ഏതാ? പന്നയാണോ? അല്ല, പിന്നെ എന്താണ്? നേരത്തെ പന്നായിരുന്നു, ഇപ്പൊ അല്ല. എന്തുകൊണ്ട് ഇപ്പൊ അല്ലാത്തത്? എല്ലാം മോഡേൺ ആയില്ലേ? വെരി ഗുഡ്. ചേട്ടന്റെ പേരെന്താ? മുരളിച്ചേട്ടൻ പറയുന്നത് ഇപ്പൊ എല്ലാം മോഡേൺ ആയപ്പോ കർക്കിടകം മോഡേൺ ആയി, പന്ന ഇല്ല. വെരി ഗുഡ്. ഒരു വലിയ കൈയടി കൊടുക്കണേ ചേട്ടന്. നമ്മള് ഈ പറയുന്ന പോലെ പണ്ട് കാലഘട്ടങ്ങളിൽ മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് മോഡേൺ ആയതുകൊണ്ട് മാത്രമല്ല ഈ പറയുന്ന നമ്മൾ ചിലർക്ക് ശരിയെന്ന് തോന്നാം, ചിലർക്ക് തെറ്റെന്ന് തോന്നാം. അതേപോലെ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങളായി പറഞ്ഞും കേട്ടും വരുന്ന കുറെ കാര്യങ്ങൾ നമ്മളൊരു ബിലീഫ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആയി മാറും അല്ലേ. അതാണ് നമ്മുടെ ഒരു സംസ്കാരം, ആചാരം എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ കർക്കിടക മാസം നമ്മളൊരു പുണ്യമാസമായിട്ട് കരുതുന്നുണ്ട്, രാമായണ മാസമായിട്ട് കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലരൊക്കെ അറിയാതെ തന്നെ നമ്മൾ പറയാറുണ്ട് പഞ്ഞമാസമാണ്. അത് ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടുണ്ടായിരുന്ന ഈ മഴകൾ കൊണ്ടുണ്ടായിരുന്ന വല്ലാതെയുള്ള നാശനഷ്ടങ്ങളും എല്ലാം കൊണ്ടായിരിക്കാം നമ്മൾ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്ന ഒരു അവസരം കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു സ്ഥിതിവിശേഷണം ആയിരിക്കാം അത്. കേട്ട് കേട്ട് ഇപ്പോഴും നമ്മളുടെ ഇടയിൽ സുപരിചിതമായ ഒരു ചൊല്ലു മാത്രമാകട്ടെ. കർക്കിടകം ഒരിക്കലും ഒരു പന്നമാസമല്ല. നമുക്കറിയാം ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയിൽ മഴയുടെ പ്രസക്തി എന്താണെന്നുള്ളത് അല്ലേ. എല്ലാവരും വേനലൊക്കെ എങ്ങനെയെങ്കിലും ചേർന്ന് മഴ പെയ്യണേ എന്ന് ആഗ്രഹിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇത്ര വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോകും അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലം തെറ്റി പെയ്യുന്ന മഴകളും ഈ പറയുന്ന പ്രകൃതിക്ഷോഭവും എല്ലാം അടിസ്ഥാനപരമായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളെല്ലാവരും നന്നായി ചിന്തിക്കേണ്ടതാണ്. അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും എത്രമാത്രം പങ്കാണ് നമ്മുടെ പ്രകൃതി ശോഭിക്കാനായിട്ട് നമ്മൾ ഇടം കൊടുക്കുന്നതെന്ന്
ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ. അപ്പം രണ്ടാമതായി നമുക്കറിയാം ആയുർവേദം, അല്ലെങ്കിൽ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും എന്താ പെട്ടെന്ന് വരുന്നത്? മുരളിച്ചേട്ടന്റെ മനസ്സിൽ എന്താ ആയുർവേദം കേൾക്കുമ്പോ വരുന്നേ? എന്താ പറയൂ? കഷായോ? ഷോ, വളരെ കയ്പല്ലേ? പഴഞ്ചൻ? ഏതാ? മരുന്ന് കഞ്ഞി കുടിക്കണം അല്ലേ? പിന്നെന്താണ് ആയുർവേദത്തിൽ കേൾക്കുമ്പോ വരുന്നത് മനസ്സില്? കർക്കിടക കഞ്ഞി. ഓക്കെ. പിന്നെന്തൊക്കെയാ വരുന്നേ? ഓ, എണ്ണ കുഴമ്പ്. പിന്നെന്തൊക്കെയാ? പറയൂ, പറയൂ. ആയുസിന്റെ വേദം. ആ ചേട്ടന്റെ പേരെന്താ? ആയുസിന്റെ വേദം എന്ന് പറഞ്ഞേ? സോമൻ. സോമൻ ചേട്ടന് വലിയൊരു കയ്യടി കൊടുക്കാം. ആയുർവേദം എന്നത് പറയുന്നത് ആയുസിന്റെ വേദമാണ്, ആയുർവേദത്തിന്റെ ഡെഫിനിഷൻ. ഓക്കെ. അപ്പം നിങ്ങൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു. പൊതുവെ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്നത് ഇത് എണ്ണയും കുഴപ്പും കൊണ്ടൊക്കെ മാത്രമുള്ള കുറച്ച് ചികിത്സകളാണ്. അതോടൊപ്പം തന്നെ ഇതൊരു പ്രായം കഴിഞ്ഞ് ഒരു വാർദ്ധക്യത്തിൽ വരുന്ന ആ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണെന്നൊക്കെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ, ആയുർവേദ മരുന്നുകളും ചികിത്സകളും കുറെ സമയം കഴിഞ്ഞാണ് അതിൻ്റെ ഒരു ഫലം കാണുക. പിന്നീട് ഏറ്റവും വലിയൊരു എന്താ പറയാ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നതും എല്ലാവരുടെ മനസ്സിലുണ്ട്. ആയുർവേദ മരുന്നുകളെല്ലാം നാച്ചുറൽ ആണെന്നുള്ളത് കൊണ്ട് അതിനൊന്നും സൈഡ് ഇഫക്ട്സ് ഇല്ല എന്നുള്ളത്. ഇതെല്ലാം എപ്പോഴും ശരിയല്ല. ഓക്കെ. പല ചികിത്സകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യൂട്ട് മാനേജ്മെന്റിലും വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രായക്കാർക്കും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാക്രമങ്ങൾ നമ്മുടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. മോഡേൺ മെഡിസിനിൽ പറയുന്ന പോലെ തന്നെ പീഡിയാട്രിക് സർജറി, ഓർത്തോപെഡിക്സ്, ENT എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ 8 അംഗങ്ങളോട് കൂടിയതാണ് ആയുർവേദ ശാസ്ത്രം. ഓക്കെ. അപ്പം ഇത് എണ്ണയും കുഴമ്പും മാത്രമല്ല, അല്ലെങ്കിൽ മസാജ്. ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മസാജ്, അല്ലെ? കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം അത് വല്ലാതെ നമ്മുടെ ശാസ്ത്രത്തെ തെറ്റായ രീതിയിലേക്ക് പലർക്കും ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി നമ്മൾ മലയാളികൾ ഓരോരുത്തരും തന്നെ നമ്മുടെ ഭാരതീയ വൈദ്യശാസ്ത്രം തനിതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും അതിന്റെ അന്തസ്സത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതും വളരെ അനിവാര്യമാണെന്ന് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരുപക്ഷെ ആയുർവേദവും അതോടൊപ്പം കർക്കിടകത്തെ കുറിച്ചുമുള്ള പൊതുവെ വരുന്ന നമ്മുടെ മനസ്സിലെ ചോദ്യങ്ങൾ. ഓക്കെ. ഇനി കർക്കിടകം ഈ മാസം മുതലുള്ള പ്രത്യേകത എന്താന്ന് നോക്കാം. എല്ലാവർക്കും ദക്ഷിണായനം എന്താണെന്നറിയാലോ? എന്താ ദക്ഷിണായനം? ഉത്തരായനം ദക്ഷിണായനത്തെ ഇട്ടിട്ടില്ലേ? സോമൻ ചേട്ടൻ പറയോ ദക്ഷിണായനം എന്താന്ന്? എന്താ ദക്ഷിണായനം? കേട്ടില്ല? സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് പ്രയാണം തുടങ്ങുന്നതിനാണ് ദക്ഷിണായനം പറയുന്നത്. ഓക്കെ. സോമൻ ചേട്ടനാണോ പറഞ്ഞേ? തമ്പി ചേട്ടൻ. ഓക്കെ. സൂര്യൻ എവിടുത്തെ ചേട്ടാ? സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണഭാഗത്തിലേക്ക് മൂവ് ചെയ്യുന്ന ആയനത്തെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. അതായത് ഭൂമി മധ്യരേഖ ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ദക്ഷിണായനം. അത് തുടങ്ങുന്നതാണ് നമ്മുടെ ഈ പറയുന്ന കർക്കട സംക്രാന്തി, ജൂലൈ പകുതി മുതൽ നമ്മുടെ മകരസംക്രാന്തി അല്ലെങ്കിൽ ജനുവരി പകുതി വരെ ഉണ്ടാവുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. അതിന് നമ്മുടെ പ്രകൃതി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പ്രകൃതി, അതാണ് നമ്മളെ ഓരോരുത്തരെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് കുറെ ഘടകങ്ങൾക്ക് ആസ്പദമായിട്ടായിരിക്കും ഒരാളുടെ ശാരീരിക ഘടനയും മാനസികവും സ്വഭാവവും എല്ലാം തിട്ടപ്പെടുത്തുക. ഓക്കെ.
അപ്പം ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രകൃതിക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പം ദക്ഷിണായന സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ ശക്തി കുറയുകയും ചന്ദ്രന്റെ ശക്തി കൂടുതലും ആയിരിക്കും, പ്രത്യേകിച്ച് ഈ പറയുന്ന ദക്ഷിണായനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ, അതായത് കർക്കിടക മാസത്തിൽ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, തണുപ്പായിരിക്കും കൂടുതലുണ്ടാവുന്നത് അല്ലെ, മഴക്കാലത്ത് തണുപ്പായിരിക്കും കൂടുതലുള്ളത്. അപ്പം പ്രകൃതിയില് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്ന ഒരു തിയറി ഉണ്ട്, ഡാൽട്ടൺസ് ആറ്റോമിക് തിയറിയില് മൈക്രോകോസം ഈക്വൽസ് ടു മാക്രോകോസം, അതായത് സൂക്ഷ്മ ലോകം സ്ഥൂല ലോകമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻആനിമേറ്റ് വേൾഡിൽ, അതായത് പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസിനെ അടിസ്ഥാനമായിട്ട് എല്ലാ ജീവജാലങ്ങളിലും അതിനനുസൃതമായി ചേഞ്ചസ്, മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? അതായത് സൂര്യൻ വീക്കാകുമ്പോൾ, സൂര്യന്റെ ശക്തി കുറയുമ്പോൾ പ്രകൃതിയുടെ ഊർജം കുറയുന്നു. അതിനനുസരിച്ച് തന്നെ മനുഷ്യന്റെ ശക്തി, ഊർജം, ഇതിനെ നമ്മൾ കൂടുതലും നമുക്ക് ഊർജം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എന്താ നമുക്ക് എനർജി കിട്ടാൻ ഉണ്ടാവേണ്ടത്? പറയൂ. ഭക്ഷണം വേണ്ടേ? അത് പഴയ കണക്കാണ്. ഇപ്പൊ എന്താ വേണം? വേറെ എന്താ വേണ്ടത്? സന്ധ്യസമയവും മഴയും ചിക്കനാണോ? ഓക്കെ. അൽഫാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്തായാലും ഊർജം കിട്ടുന്ന സാധനം വേണമല്ലോ. ഭക്ഷണമാണല്ലോ, അൽഫാമായാലും റോളായാലും ഷവർമ ആയാലും അല്ലേ. അപ്പം നമുക്ക് ഊർജം ശരിയായ രീതിയിൽ എനർജി വേണമെങ്കിൽ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആയിരിക്കണം, ശരിയല്ലേ? അല്ലാതെ നമ്മൾ അൽഫാം കഴിച്ചു എന്നിട്ട് അത് ദഹിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റൂ? നമുക്ക് വയറുവേദന, മലസ്തംഭം ഇതൊക്കെ ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും അല്ലേ. പകരം ഈ അൽഫാം ശരിയായ രീതിയിൽ ദഹിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനർജി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ പ്രകൃതിയുടെ എനർജി തന്നെ സൂര്യൻ വീക്ക് ആയതുകൊണ്ട്, കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ദഹനശക്തി കുറവായിരിക്കും. ഒപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങളൊക്കെ കൂടാനുള്ള കാരണം ഭൂമിയും ജലവും വായുവും എല്ലാം മലിനപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിനനുസൃതമായിട്ട് തന്നെ പകർച്ചവ്യാധികൾ കൂടും അല്ലേ. പകർച്ചവ്യാധികളിൽ പനി, ജലദോഷം, ഡെങ്കി ഇതെല്ലാം കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മഴക്കാലക്കാണ്. മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഇത് കൂടാനുള്ള കാരണം കുട്ടികളിലൊക്കെ ആണെങ്കിൽ ദഹനശക്തിയൊക്കെ കുറവായതുകൊണ്ട് ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. അപ്പൊ പനി എല്ലാം കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന പനിയൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക്, ന്യൂമോണിയ പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ ചെറുപ്പക്കാരിലാണെങ്കിലും കുഞ്ഞുങ്ങളിലാണെങ്കിലും പ്രായമായതിലെല്ലാം മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും, അതായത് നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കണം. ഒപ്പം നമ്മുടെ ആരോഗ്യത്തെയും ദേഹത്തെയും ദേഹം എന്ന് പറയുന്ന ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കണം. അതിനായിട്ടാണ് ആയുർവേദത്തിൽ അനുശാസിക്കുന്ന കർക്കിടക ചികിത്സ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ആരോഗ്യം, ഇപ്പം ആയുർവേദ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒരു പനി വന്നാൽ നമ്മൾ പാരസിറ്റമോൾ കഴിക്കും. അങ്ങനെയല്ലാതെ പനി വരാതെ നോക്കാൻ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താം, അത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് എങ്ങനെ ക്രമീകരിക്കണം എന്നതാണ് ആയുർവേദ ശാസ്ത്രം തുടക്കം മുതൽ അങ്ങോട്ട് എപ്പോഴും അനുശാസിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്നത് ആയുർവേദ ശാസ്ത്രം സ്വസ്തിസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം. സ്വസ്ഥന്റെ സ്വാസ്ഥ്യം രക്ഷിക്കാനും അതോടൊപ്പം തന്നെ രോഗങ്ങളുള്ളവനെ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ വിമുക്തിയുമാണ് ആയുർവേദത്തിലൂടെ അനുശാസിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആരോഗ്യം എന്താന്ന് നോക്കാം. എന്താ ഹെൽത്ത്? ആരാ പറയുന്നത്? തമ്പിച്ചേട്ടാ, എന്താണ് ആരോഗ്യം എന്ന് വെച്ചാ? രോഗമില്ലാത്ത അവസ്ഥ. അപ്പൊ രോഗം എന്താണ്? രോഗമില്ലാതിരുന്നാൽ ആരോഗ്യമായോ? മോഡേൺ
എന്താണ് ആരോഗ്യം? രോഗമില്ലാതിരുന്നാൽ നമുക്ക് രോഗമില്ല, അത് മാത്രമാണോ ഹെൽത്ത്? ഇപ്പൊ മോഡേൺ യുഗമാണെന്ന് ചേട്ടൻ പറഞ്ഞു. നമ്മൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്റ്റേറ്റ് ഓഫ് എനി ഡിസീസ് എന്നല്ല. ഓക്കെ, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് വേർ ദർ ഇസ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ all the functions of the sensory organs, internal organs and the peace of mind. അല്ലേ? ഇപ്പം നമുക്ക് രോഗങ്ങളില്ല, പനിയില്ല, ജലദോഷമില്ല, വയറുവേദനയില്ല, നമ്മൾ വളരെ ആക്റ്റീവായി നടക്കുന്നു. പക്ഷെ നമുക്ക് രാത്രി ഉറക്കമില്ല, എന്തൊക്കെയോ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നു, പ്രയാസങ്ങൾ. അങ്ങനെ വരുമ്പോൾ നമുക്കത് ആരോഗ്യമാണോ? ആണോ? അല്ല. അപ്പം നമുക്ക് ശരീരവും മനസ്സിൻ്റെയും ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് ആണ് അവിടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ, അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ്, എക്സ്ക്രീറ്ററി ഫങ്ഷൻ ഇതെല്ലാം നല്ല രീതിയിൽ നടക്കണം. ഇവിടെ എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഈ പറയുന്ന മൈൻഡ്, ഇപ്പം നിങ്ങളെല്ലാം മോഡേൺ യുഗത്തിൽ എൽഡർ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് പറയാണ്, നമ്മൾ ശരിയായി ഉറങ്ങിയാൽ മാത്രമേ ഒരു സെല്ലുലാർ ലെവലിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ബ്രെയിനിൽ നടക്കുള്ളൂ. അതിന് അപ്പോട്ടോസിസ് എന്ന് പറയും. ഇത് ശരിയായി നടക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഉറക്കം കിട്ടണം. ഓക്കെ, പലപ്പോഴും നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, അതൊരു പക്ഷേ പേരക്കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിച്ചാകാം, അല്ലെങ്കിൽ പല ഉത്കണ്ഠകൾ ഉണ്ടാകാം. അത് മനുഷ്യ സഹജമാണ്. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായ വ്യായാമം, ആഹാരം, അതേപോലെ തന്നെ എന്താ പറയാ ആർട്ട് ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഒപ്പത്തിനൊപ്പം തന്നെ മോഡേൺ യുഗത്തിലുള്ള എന്റർടൈൻമെന്റ്സ്, റെക്രിയേഷൻ, മൂവീസ്, പാട്ടുകൾ, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. അല്ലേ? നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയാൽ മാത്രമേ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റൂ. ഇതിനോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഒരു മൊബൈൽ ഫോണ് ഇപ്പൊ മോഡേൺ യുഗത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരും ഒക്കെ ആയതുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പൊ നമ്മുടെ എല്ലാവരും ഇപ്പൊ ഒരു 70 വയസ്സായിട്ടുള്ള ഒരു സഹോദരനാണെങ്കിലും അല്ലെങ്കിൽ സഹോദരി ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നോക്കുന്നത് ഇന്ന് വാട്സാപ്പ് തുറന്നാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെയാണ്. രാവിലെ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു മമ്മി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാട്സാപ്പിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇടും. അത് നല്ലൊരു ശീലമാണ്, അതൊരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രാക്ടീസസ് മാറണം. നമുക്ക് സന്തോഷം നൽകുന്ന എന്താണോ അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് അമിതമാകത്തുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന മൊബൈലില് നമുക്കൊരു നിമിഷം, അത് ഏത് പ്രായക്കാരാവട്ടെ, നമ്മൾ ചെറിയ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പല സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഫോൺ അഡിക്ഷൻ നമുക്ക് എല്ലാവർക്കും ഒരു പരിധി വരെ ഉണ്ട്, അല്ലേ? നമ്മൾ ഒരു ദിവസം നമുക്ക് എത്ര മെസ്സേജുകൾ വന്നു, ആരൊക്കെ അതിന് റിപ്ലൈ ചെയ്തു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉറക്കം എവിടേക്കോ ഡിസ്റ്റർബ്ഡ് ആണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ മൊബൈല്, അതേപോലെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്ന കാറ്, വണ്ടി, സ്കൂട്ടർ, ഇതെല്ലാം നമ്മൾ സമയാസമയം അതിന് ചെറിയ കേടുപാട് വെക്കാൻ തന്നെ അതിനെ സർവീസ് ചെയ്യും. അതിന് വേണ്ട ഓയിൽ, ഗ്രീസ്, ബാറ്ററി ചാർജ് എല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലും ഇതേപോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തേയ്മാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദാറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ചെറുതായി നിങ്ങളൊന്ന് അതിന് സമയം കണ്ടെത്തൂ എന്ന് പറഞ്ഞു തരുന്ന ഒരു സൂചന മാത്രമാണ് ഈ മഴക്കാലം. കാരണം മഴക്കാലം വരുമ്പോൾ നമുക്കറിയാം എല്ലാ പ്രായക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അസുഖങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രായമായവർക്ക് മുട്ടുവേദന, ജോയിന്റ് പെയിൻസ് ഇതെല്ലാം കൂടും, സ്റ്റിഫ്നെസ് കാര്യങ്ങളൊക്കെ.
ചെറിയ കുട്ടികളിലാണെങ്കിൽ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടല്, ജലദോഷം, പനി, പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക്, പിന്നെ ഏറ്റവും കൂടുതൽ ഒരു യുവാക്കളിൽ കണ്ടുവരുന്നത് സ്കിൻ ഡിസീസസും മഴക്കാലത്ത് കൂടാറുണ്ട്. അപ്പം നമ്മൾ 4 ആശ്രമത്തിൽ പറയുകയാണെങ്കിൽ ബാലനായാലും കുമാരനായാലും യുവാവായാലും വാർദ്ധക്യത്തിലുള്ളവനായാലും ഏതൊരു ആശ്രമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും മഴക്കാലം നമുക്കൊരു സൂചന നൽകുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഉള്ള ഒരു സിഗ്നൽ മാത്രമാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചര്യകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അങ്ങോട്ടുള്ള ചിങ്ങമാസവും വൃശ്ചികവും എല്ലാം വളരെ സന്തോഷത്തോടെ ആസ്വദിക്കാൻ പറ്റും. അതിലായിട്ടാണ് കർക്കിടക ചികിത്സ. ഓക്കെ, അത് കേവലം വെറുതെ കർക്കിടക കഞ്ഞിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മൾ ഈ പറയുന്ന സർവീസ് ഓരോ പ്രായക്കാർക്കും, ഒരുപക്ഷെ കഫം കൂടുതലുള്ള വ്യക്തിക്കാണെങ്കിൽ വമനം പോലെയുള്ള ചികിത്സകൾ, എപ്പോഴും തലവേദന, ഉറക്കമില്ലായ്മ, കാഴ്ച സംബന്ധമായ പ്രശ്നം, സെൻസറി ഓർഗൻസിനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നസ്യം, അതേപോലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വിരേചനം, ജോയിന്റ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വസ്തി. ഇതൊക്കെയാണ് ആയുർവേദത്തിൽ അനുശാസിക്കുന്ന പഞ്ചകർമ്മങ്ങൾ. ഇതോടൊപ്പം നമ്മൾ കേരളത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന കേരളീയ പഞ്ചകർമ്മങ്ങളാണ് പലതരത്തിലുള്ള കിഴികളും അഭ്യംഗവും ഉദ്വർത്തനവും ധാരകളും എല്ലാം. അങ്ങനെ ബാഹ്യമായിട്ടുള്ള പഞ്ചകർമ്മങ്ങളും ഈ പറയുന്ന ഇന്റേണൽ ക്ലെൻസിങ് പ്രൊസീഡിങ്സ് ആയിട്ടുള്ള നസ്യം, വമനം, വിരേചനം, വസ്തി, രക്തമോക്ഷം ഇവയെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ പ്രകൃതി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഋതുക്കൾക്ക് അനുസരിച്ചിട്ടുള്ള ചര്യകളും ശീലിക്കുകയാണെങ്കിൽ, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും അൽഫാമും ഷവർമയും ആണെങ്കിൽ നമുക്ക് അതൊരു പക്ഷേ ആമത്വം എന്ന അവസ്ഥയുണ്ടാവാം. വല്ലപ്പോഴൊക്കെ നല്ലതാണ്, എപ്പോഴും നല്ലതല്ല. നമ്മുടെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ആയുർവേദം എടുക്കാനുള്ള മടി തന്നെ ഇന്ന് മോഡേൺ യുഗത്തിൽ ആയുർവേദ ചികിത്സകളും മരുന്നുകളും കഴിക്കുന്നത് കൊണ്ട് പഥ്യം വേണം എന്നുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ പഥ്യം വേണ്ടത് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ചാണ്. ഒരു ഷുഗർ രോഗി ആയുർവേദ ചികിത്സ എടുത്താലോ ആയുർവേദ മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒക്കെ തന്നെ മധുരം കഴിക്കരുത്, അല്ലെങ്കിൽ മധുരം കുറയ്ക്കണം എന്ന് നമുക്ക് അറിയുന്നതാണ് അല്ലേ? അത്ര തന്നെയുള്ളൂ. ആയുർവേദ ചികിത്സകൾ എടുക്കുമ്പോൾ ഓരോ അവസ്ഥകൾക്കും ആ അവസ്ഥയിൽ ആ രോഗം മൂർധന്യത്തിലെത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതാണ്. അത് ആഹാരമായാലും വിഹാരമായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ ദീർഘിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന നല്ലൊരു ആരോഗ്യം എന്ന അവസ്ഥയിലേക്ക്, അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലനാവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ ഉറക്കം, കൃത്യമായ ഉണർവ്, ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മുടെ ദിനചര്യകളും എല്ലാം കാലത്തിനനുസരിച്ച് ക്രമീകരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളുടെ പ്രവർത്തനത്തെയും ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. ഈ ക്ലോക്കുകളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിൽ ഒരു മാസ്റ്റർ ക്ലോക്ക് ഉണ്ട്. ഓക്കെ, അതാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതലത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ സർക്കേഡിയൻ റിതം ആയിട്ട് ട്യൂൺ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ബയോളജിക്കൽ റിതം ട്യൂൺ ചെയ്യാൻ സാധിച്ചാൽ, പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് നല്ലൊരു ആയുസ്, ദീർഘായുസ്, സുഖായുസ് നേടാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ ചെറിയൊരു വേളയിൽ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന പോലെ മോഡേൺ യുഗത്തിൽ നമ്മൾ പലതിൻ്റെയും പിന്നാലെ ഓടുമ്പോൾ ഈ ഒരു മഴക്കാലം നമുക്കൊരു വാർണിംഗ് തരുന്നത്, നിങ്ങളുടെ ഓട്ടം ചെറുതായി ഒന്ന് പോസ് ചെയ്യൂ. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ചു ദിവസങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തുക. അത് നമ്മുടെ തനിതമായ ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ
പ്രിൻസിപ്പിളിലൂടെ ആകുമ്പോൾ അത് കേവലം ഒഴിച്ചിലോ പിഴിച്ചിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഭക്ഷണരീതികളും ലൈഫ് സ്റ്റൈലും എല്ലാം ഒതുങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുസൃതമായിട്ടുള്ള ഒരു ദിനചര്യയും കർക്കിടക ചികിത്സയിലൂടെയും നിങ്ങളൊരു ദക്ഷിണായനം തുടങ്ങുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ലൊരു ആരോഗ്യവും നല്ല പുണ്യവും ലഭിക്കട്ടെ എന്ന് ഈ പുണ്യമാസത്തിൽ, രാമായണ മാസത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവനത്തിൻ്റെ വക എല്ലാവർക്കും നല്ല ആയുസ് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.